ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വിടാതെ പിന്തുടർന്ന് ബി.ജെ.പി. നാവുപിഴയിൽ പോലും കേസെടുത്ത് ബുദ്ധിമുട്ടിക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. ബി.ജെ.പിയും ആർ.എസ്.എസും രാജ്യത്തെ ഓരോ സ്ഥാപനത്തെയും പിടിച്ചെടുത്തിരിക്കുകയാണെന്നും ഇപ്പോൾ നമ്മൾ ബി.ജെ.പിയുമായും ആർ.എസ്.എസുമായും ഇന്ത്യൻ ഭരണകൂടവുമായും പോരാടുകയാണെന്നുമായിരുന്നു രാഹുലിന്റെ പരാമർശം. ഇതിനെതിരെയാണ് നിരവധി ബി.ജെ.പി നേതാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. സ്വന്തം നേതാവിന്റെ പ്രസ്താവനയിലൂടെ രാജ്യത്തിനെതിരെ പോരാടുന്ന കോൺഗ്രസിന്റെ വികൃത മുഖം വെളിച്ചത്തായിരിക്കുകയാണെന്ന് ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദ കുറ്റപ്പെടുത്തി. ഇന്ത്യക്കെതിരെ പോരാടുന്ന രാഹുൽ എന്തിനാണ് ഭരണഘടന കയ്യിലേന്തുന്നതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമനും ചോദിച്ചു. കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വെച്ചായിരുന്നു രാഹുൽ പരാതിക്ക് കാരണമായ പരാമർശം നടത്തിയത്. മോൻജിത് ചോഡിയ എന്ന ആളാണ് രാഹുലിനെതിരെ പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പരാമർശം രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് പരാതിയിൽ പറയുന്നു. ഭരണകൂടത്തിനെതിരായ യുദ്ധപ്രഖ്യാപനമാണ് പ്രതിപക്ഷ നേതാവ് തന്റെ പരാമർശത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പുകളിൽ നിരന്തരം പരാജയപ്പെട്ടതിലുള്ള നിരാശയാണ് രാഹുലിനെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്നതെന്നും പരാതിയിൽ ആരോപിക്കുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ 152, 197 തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ജനാധിപത്യ മാർഗങ്ങളിലൂടെ ജനവിശ്വാസം നേടിയെടുക്കാൻ കഴിയാത്തതിനാൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും ഇന്ത്യൻ സംസ്ഥാനത്തിനുമെതിരെ അസംതൃപ്തി വളർത്താൻ ശ്രമിക്കുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനം കണക്കിലെടുക്കുമ്പോൾ ഈ പെരുമാറ്റം പ്രത്യേകിച്ച് ഭയാനകമാണ്. ജനാധിപത്യ സ്ഥാപനങ്ങളിൽ പൊതുവിശ്വാസം നിലനിർത്താനുള്ള ഉത്തരവാദിത്തം കുറ്റാരോപിതൻ തന്റെ വേദി മുതലെടുത്ത് അസത്യങ്ങൾ പ്രചരിപ്പിക്കാനും കലാപം ഇളക്കിവിടാനും തിരഞ്ഞെടുക്കുന്നുവെന്നും പരാതിക്കാരൻ പറഞ്ഞു. അസമിലെ ഗുവാഹത്തിലെ പാൻബസാർ പോലീസാണ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ജനാധിപത്യ സ്ഥാപനങ്ങളിൽ പൊതുജന വിശ്വാസം നിലനിർത്താൻ രാഹുൽ ഗാന്ധിക്ക് ഉത്തരവാദിത്തമുണ്ട്. പകരം ഇന്ത്യയുടെ ഐക്യത്തിനും പരമാധികാരത്തിനും അപകടമുണ്ടാക്കുന്ന അസത്യങ്ങൾ പ്രചരിപ്പിക്കാനും കലാപം ഇളക്കിവിടാനും തന്റെ പ്ലാറ്റ്ഫോം മുതലെടുക്കാൻ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്തുവെന്നും രാഹുൽ ഗാന്ധിക്കെതിരെ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു. പൊളിറ്റിക്കൽ ഡെസ്ക്, ഇന്നറിയാൻ ന്യൂസ് കേരള. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ.